കാലത്ത് ശേഷമല്ലേ ഞാൻ റെസിപ്പി ആയിട്ട് വരുന്നത്. അതെ, ഇന്ന് എൻ്റെ റെസിപ്പി ആട്ടോ. പക്ഷേ എൻ്റെതല്ല, എൻ്റെ തൃശ്ശൂർലമ്മാൻ്റെ റെസിപ്പി. ഫസ്റ്റ് നമ്മൾ എള്ള് ഇങ്ങനെ ഇതുപോലെ വറുത്തെടുക്കണം കേട്ടോ. അതായത് നല്ല മുരിച്ചിട്ടെടുക്കണം. ഇത് എള്ളുണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ട മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അതിൽ രണ്ടാമത്തതാണ് നമ്മളെ തേങ്ങ. തേങ്ങ ശരിക്കും വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ കോണ്ടന്റ് ഇല്ല, അതൊന്നും ഇങ്ങനെ ഇതാകുന്നത് വരെ ഇതാക്കിയാൽ മതി. അല്ലാണ്ട് തേങ്ങ ഇങ്ങനെ വറുത്ത് കളറൊന്നും മാറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എള്ള് നമ്മൾ ഫസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എള്ളും തേങ്ങയും ഇട്ടിട്ട് ഒന്നിച്ച് പൊടിക്കുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നിച്ചിട്ട് തന്നെ രണ്ട് പൊടിച്ചാൽ ചിലപ്പം എള്ള് പൊടിഞ്ഞ് വരില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എള്ളൊന്ന് പൊടിച്ച് പിന്നെ തേങ്ങ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചിട്ടെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ച് കഴിഞ്ഞിട്ടായിട്ട് കാണാം. ഇനിയാണ് നമ്മളുടെ മൂന്നാമത്തെ താരമായ സംഭവം വരുന്നുള്ളത്. അപ്പോഴേക്ക് ഹൂത് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ നമ്മൾ ബെല്ലം ഉരുക്കിയത് ചേർക്കുമ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് അതൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ടായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഉണ്ട ആക്കിയിട്ട് വെക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള എള്ളുണ്ട. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇനി എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും.